അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീൻ. അമ്മാ ബഅദ്. വിസ്ഡം ഹദീസ് ക്ലാസ് 3239. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത്, അതേക്കുറിച്ചാണ്, പ്രത്യേകിച്ച് രാത്രി. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൊട്ട് ഉദ്ധരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, ലൗ യഅലമുന്നാസു മാ ഫിൽ വഹദതി മാ അഅലമു. ഏകാന്തതയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിൽ ഞാൻ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ എനിക്കറിയാവുന്ന അപകടങ്ങൾ ജനങ്ങൾ അറിയുകയാണെങ്കിൽ, മാ സാറ റാക്കിബുൻ ബിലൈലിൻ വഹ്ദ, ഒരു യാത്രക്കാരനും രാത്രിയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യില്ല. രാത്രി അല്ലെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴുള്ള അപകടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എനിക്കറിയാവുന്ന അത്ര ജനങ്ങൾ അറിയുകയാണെങ്കിൽ ഒരാളും തന്നെ ഒറ്റയ്ക്ക് രാത്രി യാത്ര ചെയ്യില്ല. രാത്രി പ്രത്യേകിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് പോകരുത്, അത് അപകടമാണ്. ആരെങ്കിലും ആക്രമിക്കുമോ എന്ന ആ ഒരു പ്രശ്നം മാത്രമല്ല, അതും ഉണ്ട്. അതിൻ്റെയൊക്കെ പുറമെ പിശാചിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അത് പകൽ യാത്ര ചെയ്യുമ്പോഴും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ മറ്റൊരു ഹദീസിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, ഒറ്റയ്ക്ക് യാത്ര ചെയ്തതെന്ന്. അതൊരു പിശാചാണ് എന്ന്. 3 ആൾ വേണം ചുരുങ്ങിയത് യാത്രയ്ക്ക്. പ്രത്യേകിച്ച് രാത്രി യാത്ര വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒറ്റയ്ക്ക് രാത്രി യാത്ര പോകരുത്. പല ബുദ്ധിമുട്ടുകളും വന്നു ചേരാം. ഒരുപക്ഷെ ആ വഴിയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമ്മൾ ആ വഴിയിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഗതികൾ പ്രത്യേക സാഹചര്യങ്ങളിൽ ഉണ്ടാകും. പിശാചിൻ്റെ ഓരോരോ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാനും പ്രയാസപ്പെടുത്താനുമുള്ള കളികളുണ്ടാകും. വഴിതെറ്റിക്കാനടക്കം ഉള്ള പ്രവണതകൾ പിശാചിൻ്റെ ഭാഗത്തുണ്ടാകും. അതുകൊണ്ട് ഒരിക്കലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത്, പ്രത്യേകിച്ച് രാത്രി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നത്. അല്ലാഹു തആല അത്തരത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.